ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് നോക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ നൊട്ടേഷൻ യൂസ് സി ഓഫ് ടി ആണുള്ള നൊട്ടേഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ രണ്ട് വാല്യൂസ് 0 and 1. 0 ആവുന്നത് when t less than c and that is equal to 1 when t greater than or equal to c, where c is greater than or equal to 0. ഇതാണല്ലോ ഡെഫിനിഷൻ. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡെഫിനിഷൻ L of f of t. L of f of t is equal to integral 0 to infinity e raised to minus st into f of t dt. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനേഷനാണ്. So, Laplace transformation of the unit step function uc of t is equal to integral 0 to infinity e raised to minus st into uc of t dt. Clear? ഇനി നമുക്ക് ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to infinity റേഞ്ചിലാണ്. നമ്മുടെ ഫംഗ്ഷൻ യു സി ഓഫ് ടി ഡെഫിനേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ സി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സി കിടക്കുന്നത് സി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് സി കിടക്കുന്നത് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റിയാണ്. നമുക്ക് ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇതിനിടയ്ക്കുള്ളൊരു പോയിൻ്റാണല്ലോ സി. സോ ദിസ് ഇൻ്റഗ്രൽ ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് ഇൻ്റഗ്രൽ 0 to c പ്ലസ് c to infinity. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to c പ്ലസ് ഇൻ്റഗ്രൽ c to infinity ദിസ് ക്വാണ്ടിറ്റി. ഞാൻ ഒരു സ്റ്റെപ്പ് കുറയ്ക്കുന്നു. ഇനി ഈ ഇൻ്റഗ്രലിനകത്ത് ഈ ഒരു ക്വാണ്ടിറ്റി ആണല്ലോ വരുന്നത്. ഇതിൽ യു സി ഓഫ് ടിയുടെ ഡെഫിനിഷൻ നോക്കൂ. ടി ലെസ് ദാൻ സി ആണെങ്കിൽ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ അപ്പർ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് സി ആണ്. ദാറ്റ് മീൻസ് ടി ലെസ് ദാൻ സി ആണ്. ടി ലെസ് ദാൻ സി ആണെങ്കിൽ യു സി ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ യു സി ഓഫ് ടി എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആണ്. നൗ പ്ലസ് സി ടു ഇൻഫിനിറ്റി. ലോവർ ലിമിറ്റാണ് സി. ദാറ്റ് മീൻസ് ടി ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി. ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ യു സിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റഗ്രലിനകത്ത് യു സി ഓഫ് ടി എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. ബാക്കി എന്താണുള്ള ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. സോ ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇയാൾ ഇന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 ആയിട്ട് മാറി. ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ലിമിറ്റ് സി ടു ഇൻഫിനിറ്റി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 1/s കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് എസ് ടി സി ടു ഇൻഫിനിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/s ഇൻറ്റു നിങ്ങൾ ടിക്ക് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ്. ഇനി ടിക്ക് സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇ റേസ് ടു മൈനസ് സി എസ് എന്നായിട്ട് മാറും. ഇ റേസ് ടു മൈനസ് സി എസ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് സി എസ് ഡിവൈഡ് ബൈ എസ്. ഓക്കെ, നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് സി എസ് ഡിവൈഡ് ബൈ എസ്. ക്ലിയർ? ഇനി ഈ ഒരു പാർട്ടിലെ സെക്കൻഡ് സെഷൻ നോക്കൂ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എക്സ്പ്രസ് ദീസ് ഫങ്ഷൻസ് ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷനെ വി എക്സ്പ്രസ്ഡ് ദിസ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ദ ആൻസർ ഈസ് ദിസ് ഈസ് ദ ആൻസർ. സോ ദിസ് ഈസ് എഫ് ഓഫ് ടി. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി. ഇപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, വൺ മെത്തേഡ് ഈസ് ഫസ്റ്റ് യു എക്സ്പ്രസ് ദിസ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാം. നൗ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓരോ ടൈമിൽ നമുക്ക് കണ്ടുപോകാം. ഇവിടെ 2നെ പുറത്ത് വെച്ചു. ബാക്കിയുടെ 1 അല്ലേ ഉണ്ടാവുക. 1ൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? 1/s. സോ 2/s. ഓക്കെ, പ്ലസ് 3 ടൈംസ്. ഇനി u4 of t ട്രാൻസ്ഫോർമേഷൻ കാണാം.
യു സി ഓഫ് ടിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് സി എസ് ഡിവൈഡ് ബൈ എസ് ആണ്. സോ യു ഫോറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇ റേസ് ടു മൈനസ് 4s divided by s. Okay, minus 6 is a constant. u7 of t, u7 of t transformation എന്താ വരിക? സെയിം അപ്ലൈ ചെയ്യാം. സോ ഇ റേസ് ടു മൈനസ് 7s divided by s. ആൻഡ് ഫൈനലി 2 is a constant. u9 of t transformation e raised to minus 9s divided by s. Clear? വേണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഡിനോമിനേറ്റർ എസ് ആയതുകൊണ്ട് 2 പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 4s മൈനസ് 6 ഇ റേസ് ടു മൈനസ് 7s പ്ലസ് 2 ഇ റേസ് ടു മൈനസ് 9s ഹോൾ ഡിവൈഡ് ബൈ എസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സെയിം ക്വസ്റ്റ്യനാണ് താഴെ എഴുതിയിരിക്കുന്നത്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്താണ്. വി എക്സ്പ്രസ്ഡ് ദിസ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ ദിസ് ഇസ് f of t. This is f of t, and we have to find the Laplace transformation of f of t. This is equal to ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എക്സ്പ്രസ് ദിസ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ദ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ കഴിഞ്ഞു, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാം. സോ ഫസ്റ്റ് ടേം 2ൻ്റെ ട്രാൻസ്ഫോർമേഷൻ 2 പുറത്ത് വെച്ചു, 1ൻ്റെ 1/s മൈനസ് 3 കോൺസ്റ്റൻറ്റ്. u1ൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇ റേസ് ടു മൈനസ് സി എസ് എന്നല്ലേ, ഇവിടെ c1 ആണ്. സോ ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് 3 ടൈംസ് u2ൻ്റെ എന്താണ്? ഇ റേസ് ടു മൈനസ് 2s ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ടൈംസ് ഇ റേസ് ടു മൈനസ് 3s ഡിവൈഡ് ബൈ എസ് പ്ലസ് u4ൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇ റേസ് ടു മൈനസ് 4s ഡിവൈഡ് ബൈ എസ്. ഓക്കെ ഓക്കെ. Thanks for watching.